വയനാടിന് കൈത്താങ്ങായി കുടുക്ക പൊട്ടിച്ചു നൽകി സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. വെള്ളയാങ്കുടി സെന്റ് ജെറോം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആരോൺ ടോം ബിനോയ്, ജിയന്ന ടോം ബിനോയ് എന്നിവരാണ് മാതൃകയായത്. വെള്ളയാങ്കുടി കൊങ്ങിണിപ്പടവ് മുല്ലൂർ ബിനോയിയുടെയും ആഷയുടെയും മക്കളാണ് ആരോണും ജിയന്നയും. വയനാട് ദുരന്തത്തിൽപ്പെട്ട് സർവ്വതും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ കുട്ടികൾ തങ്ങളുടെ കുടുക്ക പൊട്ടിച്ച് കിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞ ആഴ്ച എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡും അതൊക്കെയാണ് കൊടുക്കുന്നതെന്ന് കണ്ടപ്പോൾ അത് ഞങ്ങൾക്ക് നന്നായിട്ട് തോന്നിയില്ല. അത് മനുഷ്യർക്ക് ആഹാരം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് വേറൊരു രോഗം ഉണ്ടാവില്ലെന്ന് വിചാരിച്ച, പിന്നെ ദുരിതം അനുഭവിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ കൊടുത്ത ഇത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് പപ്പയോട് ചോദിച്ചപ്പം പപ്പ കൊടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് കൊടുത്തത്. ഈ പൈസ ഇതിനു വേണ്ടി വെച്ചിരുന്ന പൈസയായിരുന്നു? ഞങ്ങൾ ഓരോ ആവശ്യത്തിന് വെച്ചിരുന്ന പൈസയായിരുന്നു. അന്നേരം പപ്പയോട് ചോദിച്ചപ്പോൾ പപ്പ ഇത് കൊടുത്തോളാൻ പറഞ്ഞു. അന്നേരം കൊടുത്തത്. ചൊവ്വാഴ്ച രാവിലെ ക്ലാസ്സിലെത്തി വിവരം തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപിക സിസ്റ്റർ ധന്യ FCCയെ വിവരമറിയിച്ചു. കുട്ടികൾ ഇരുവരെയും കയ്യടികളോടെ സ്വീകരിച്ചു. അവരോടൊപ്പമായിരിക്കാൻ അവർ കാണിച്ച നല്ല മനസ്സിനെ ഒത്തിരി നന്ദിയോടെ നമുക്ക് ഓർക്കാം. അവർക്ക് നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കാം. തുടർന്ന് ഹെഡ്മാസ്റ്റർ ബിനോയ് മഠത്തിലിന് പണം കൈമാറി. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ആരോണിനെയും ജിയന്നയെയും ഹെഡ്മാസ്റ്റർ അഭിനന്ദിച്ചു. വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് UP സ്കൂളിലെ 6ാം ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികളാണ് ജിയന്നയും ആരോണും. അവരുടെ കൊച്ചു സമ്പാദ്യത്തിൽ നിന്ന് അവരിന്നൊരു തുക വയനാടിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. ആരും അവരെ നിർബന്ധിച്ച് കൊടുപ്പിച്ചതല്ല, അവരുടെ തന്നെ സ്വയമായിട്ടുള്ള ബോധ്യങ്ങളിൽ നിന്ന് അവർ കൊടുത്തതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വയനാടിനെ പറ്റിയുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു. അവർക്ക് ഭക്ഷണത്തിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടപ്പോൾ അവരുടെ കൊച്ചു സമ്പാദ്യം, അവർ വർഷങ്ങളായിട്ട് കരുതി വെച്ചിരുന്ന സമ്പാദ്യ കുടുക്ക ഇന്ന് രാവിലെ പൊട്ടിച്ച് അവരെൻ്റെ ഒരിക്കൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി നൽകിയതാണ്. ആ കുട്ടികളുടെ വലിയ ഒരു മനസ്സിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ചിന്തയാണ് ഈ കുട്ടികൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ എല്ലാ അധ്യാപകരുടെയും സ്ഥാപനത്തിൻ്റെയും എല്ലാം പേരിൽ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. മറ്റുള്ള കുട്ടികൾക്കെല്ലാം മാതൃകാപരമാക്കാവുന്ന ഒരു വലിയ ഗുണമാണ് ഇത്. തങ്ങളുടെ കൊച്ചു സമ്പാദ്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പങ്കുവയ്ക്കാനുള്ള ഒരു വലിയ മനസ്സിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കും അനുകരണീയമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു കുട്ടികൾക്ക് ഇത് മാതൃകയാണെന്നും ബിനോയ് മഠത്തിൽ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.